ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ ഒരു അടിപൊളി പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുള്ളതാണ്. ഒറ്റയായിട്ട് കിടക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈ ഒരു പലഹാരം കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പരുവത്തിന് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഉടയുന്ന പരുവത്തിലൊക്കെയാണ് കിഴങ്ങ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു മീഡിയം പരുവത്തിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലമാവ് എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഈ ഒരു അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ പലഹാരം. അതുപോലെ ഈ ഒരു പലഹാരത്തിൻ്റെ പുറം ഭാഗം ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ വറുത്ത റവ 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് പൊടികളാണ്. ഇതേപോലെ 1 സ്പൂൺ അളവിൽ 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് അളവിൻ്റെ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് കുഴച്ച് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് ബാക്കിയുള്ള ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇത്രയും തന്നെ മതിയാവും. 1/4 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ആകെ ഒഴിച്ചു കൊടുത്തു. ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ലൂസായി കിട്ടരുത്. നല്ല കട്ടിയായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് വലിപ്പത്തിലല്ലാതെ വളരെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേ വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതെല്ലാം ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ അകം കുറച്ചൊന്ന് വേവാനുണ്ട്, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകമൊന്നും വേവാതിരിക്കുകയും ചെയ്യും. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരാന്നിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാനും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.